അതിനിപ്പോ സുപ്രീം കോടതിയുടെ തന്നെ സമീപ ദിവസങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു വിധിന്യായം ഉണ്ടായിരുന്നു അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്. അപ്പൊ അത്തരം സ്വാതന്ത്ര്യം ശക്തമായി നിലനിൽക്കുന്ന നാടാണത്. എന്തായാലും ഞാനൊക്കെ എഡിറ്റ് ചെയ്യുന്ന മുമ്പ് തന്നെ കണ്ടു കഴിഞ്ഞു. വളരെ ശക്തമായിട്ടുള്ള പ്രമേയങ്ങളുണ്ട്. നമുക്ക് അതിനോട് യോജിക്കാവുന്ന ഭാഗങ്ങളുണ്ടാകും, വിയോജിക്കാവുന്ന ഭാഗങ്ങളുണ്ടാകാം. പക്ഷെ അത് എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായിരിക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും നാടാകെ സിനിമ മിക്കവാറും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ആ സിനിമയ്ക്കൊപ്പം നിൽക്കുക എന്നതാണ് എല്ലാവരും സ്വീകരിക്കേണ്ട സമീപനം. സിനിമയെ സിനിമയായി തന്നെ കണ്ടാൽ പോരെ എന്ന ചോദ്യം പലപ്പോഴും ഈ വിവാദങ്ങൾ ഇങ്ങനെ വരുമ്പോഴേ. അതെ, സിനിമയെ തന്നെ കണ്ടാൽ മതി. ബാക്കി എല്ലാ സിനിമകളും ഇപ്പോ OTT പ്ലാറ്റ്ഫോമുകളും യൂട്യൂബിലും ലഭ്യമാണല്ലോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത്തരം സിനിമകൾ കാണാം. തിയേറ്ററിൽ പോയി നിർബന്ധമായ ആരും സിനിമ കാണിക്കുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടല്ലേ പോകുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധമായിട്ട് ഇന്ന സിനിമ കാണണം എന്നുള്ള തീരുമാനങ്ങളൊന്നും ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ എടുക്കുന്നില്ലല്ലോ. അപ്പോ അല്ല, അവര് അത്തരത്തിലുള്ള ഒരു സിനിമ നടത്തുമ്പോൾ അത്തരത്തിൽ ആളുകളെ രാജ്യദ്രോഹി എന്ന് പ്രഖ്യാപിക്കും. ആ നിലപാട് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ്. ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ നിലപാടുകൾ പറയരുത് എന്നൊരു സന്ദേശം കൈമാറാനാണ് അത്തരം സമീപനങ്ങൾ വഴി ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഇത്തരം എതിർപ്പുകൾ വരുമ്പോൾ അത് എഡിറ്റ് ചെയ്യുകയും റീ എഡിറ്റിംഗ് ചെയ്യേണ്ട സാഹചര്യം വരും. ഇതൊരു നല്ല പ്രവണതയാണോ? അതിൽ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം വരുന്നു. അല്ല, അത്തരം ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യണമെന്ന് പറയാതെ തന്നെ ഞങ്ങൾ എഡിറ്റ് ചെയ്യാം എന്ന് പറയാവുന്ന ഒരു അന്തരീക്ഷം പതുക്കെ രൂപപ്പെട്ടു വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും അത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത്തരം ഒരു ചിത്രം അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചതും അവർ തന്നെയാണ്. അപ്പോൾ ആ തീരുമാനത്തിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള സൃഷ്ടിയാണ്. അതിപ്പോൾ ആളുകൾ കണ്ടു കഴിഞ്ഞു. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഒരാൾ കാണുന്ന പോലെ തന്നെ ആകണമെന്നില്ല. വേറൊരാൾ സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ സിനിമയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യാം.